ഇപ്പോൾ PR വർക്കിന്റെ കാലമാണ് അല്ലേ? തീർച്ചയായിട്ടും ഇലക്ഷൻ സമയത്തൊക്കെ തന്നെ വലിയ തോതിലുള്ള PR വർക്കുകൾ എല്ലാ പാർട്ടിക്കാരും നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. ചിലരൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ അത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ദ ഹിന്ദു എന്ന ദിനപത്രം, ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നാണ് ഹിന്ദു പൊതുവെ അറിയപ്പെടുന്നത്, എന്നാലും ഹിന്ദുവിലെ വാർത്തകളും അതുപോലെ വിവരണങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഒരു പരിധിവരെ വിശ്വസിക്കാവുന്നതും ഒക്കെയാണ്. ഇതിൽ വർഗീസ് എം ജോർജ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ നിയുക്ത കേരള മുഖ്യമന്ത്രി VD സതീശനെ കുറിച്ച് ഒരു ലേഖനം എഴുതിയിരിക്കുന്നു. വായിച്ചു കാണും പ്രേക്ഷകർ. ഞാൻ അതിൻ്റെ മുഴുവൻ ആ ഒരു ലേഖനത്തിലേക്ക് പോകുന്നില്ല. അതിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. അതായത് സതീശൻ മുഖ്യമന്ത്രിയായത് ഇവിടെ ചില പ്രത്യേക മതവിഭാഗങ്ങൾക്ക് വേണ്ടിയാണ്. സതീശൻ മുഖ്യമന്ത്രിയായത് റീലുകളിലൂടെയാണ്. അതായത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ റീലുകൾ ഇട്ടുകൊണ്ടാണ്, സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തിയാണ് VD സതീശൻ മുഖ്യമന്ത്രിയായത്, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായത് എന്നുള്ള തരത്തിലാണ് ഈ ലേഖകൻ ഈ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. എത്ര അസംബന്ധമാണെന്ന് ആലോചിച്ച് നോക്കൂ. ശരിക്കും റീലുകൾ ഇട്ട് കളിച്ചതും ആവശ്യമില്ലാത്ത സാധനങ്ങൾ PR വർക്കിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അറിയിച്ചതുമൊക്കെ പിണറായി വിജയനും കൂട്ടരുമാണ്. CPM സൈബർ കമ്മ്യൂണുകളാണ്. കോൺഗ്രസിന്റെ സൈബർ കമ്മ്യൂണുകൾ ഇതുപോലെയുള്ള ചില റീലുകളോ കാര്യങ്ങളോ ഒക്കെ ഇട്ടിട്ടുണ്ടാകും. പക്ഷേ ആലോചിക്കുക, 30-35 കൊല്ലമായി രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന VD സതീശൻ, അദ്ദേഹം കോളേജിൽ KSU ആയിരുന്നപ്പോൾ, തുടർന്ന് യൂത്ത് കോൺഗ്രസിലും ഒക്കെ പ്രവർത്തിച്ചപ്പോൾ, 96-ലും 2001-ലും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴൊക്കെ അദ്ദേഹം റീലുകളിലൂടെയാണ് കടന്നു വന്നത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായത് റീലുകൾ ഇട്ടുകൊണ്ടാണ്. റീലിടാനായി ഒരു പ്രത്യേക സംവിധാനം VD സതീശനുണ്ടോ? ഇത്തരത്തിൽ പത്രവാർത്തകൾ, പത്രത്തിൽ കൊടുക്കുന്ന ഫീച്ചറുകളും മറ്റു കാര്യങ്ങളും നിങ്ങളുടെ നിരീക്ഷണമായിരിക്കാം. പക്ഷേ അതിനകത്ത് അല്പമെങ്കിലും സത്യം വേണം, അല്പമെങ്കിലും നീതി വേണം, അല്പമെങ്കിലും യുക്തി വേണം. ഹിന്ദുവിൻ്റെ ലേഖകനോട് പറയുകയാണ്. ഹിന്ദുവിൽ നല്ല ലേഖനങ്ങൾ വരാറുണ്ട്, വന്നിട്ടുമുണ്ട്. ഒരു പുതിയ സർക്കാർ അധികാരമേൽക്കുന്നു, ഒരു പുതിയ മുഖ്യമന്ത്രി വരുന്നു. അയാളെ പ്രതീക്ഷയോടെ കാണുന്നതിന് പകരം അയാളെ ചവിട്ടിത്താഴ്ത്താനും പരിഹസിക്കാനും, അയാൾ റീല് കളിച്ചാണ്, സമൂഹ മാധ്യമത്തിലൂടെ സർക്കസ് കളിച്ചാണ് മുഖ്യമന്ത്രിയായത് എന്നൊക്കെ പറയാനുമുള്ള ആ നാണം കെട്ട മനസ്സ് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ, അത് വായിക്കുന്നവർക്ക് മനസ്സിലാകും. ദ ഹിന്ദു പോലെ ഒരു പത്രം വലിയ വിശ്വാസയോഗ്യമായ പത്രമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന് കളിയാക്കി വിളിക്കുന്നുണ്ട് എങ്കിൽ പോലും ഹിന്ദുവിലൊക്കെ ഇത്തരം ലേഖനങ്ങൾ വരുന്നത് ആ പത്രത്തിൻ്റെ തന്നെ ആ ഒരു സ്റ്റാൻഡേർഡിന് എത്ര അകലെയാണ്. ഇപ്പോൾ ദേശാഭിമാനിയിൽ ആ ലേഖനം വന്നാൽ ദേശാഭിമാനി പാർട്ടി പത്രമാണ്. ജനയുഗത്തിൽ വന്നാലും കുഴപ്പമില്ല, ജന്മഭൂമിയിൽ വന്നാലും കുഴപ്പമില്ല. ദ ഹിന്ദു രാഷ്ട്രീയ നിഷ്പക്ഷത പാലിക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയമായ കൃത്യമായ അവലോകനം നടത്തുന്നു, വിശകലനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കൊണ്ട് വാങ്ങി വായിപ്പിക്കുന്ന പത്രം ഇത്തരത്തിൽ സതീശൻ റീല് കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് വളരെ വളരെ മോശമായി പോയി എന്ന് പറയാതിരിക്കാൻ ഒരു തരവുമില്ല. ഇത്തരത്തിലുള്ള ഫീച്ചറുകളും ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളും പ്രചരിപ്പിക്കാതിരിക്കാൻ ഹിന്ദു പോലുള്ള മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന് അവസരം കൊടുക്കുക, അദ്ദേഹത്തിന് സമയം കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട പിന്തുണ കൊടുക്കുക. അതൊക്കെയാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരാളെ ഇല്ലാ കഥകൾ പറഞ്ഞ് കരിവാരി തേക്കലല്ല പത്രധർമ്മം.